ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. റൗണ്ട് ഓഫ് 16-ലെ അർജന്റീന ഈജിപ്ത് പോരാട്ടത്തിൻ്റെ 78 മിനിറ്റ് വരെ ലോക ചാമ്പ്യന്മാർ 2 ഗോളുകൾക്ക് പിറകിലായിരുന്നു. ഈജിപ്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഏകദേശം ഉറപ്പായ സമയത്താണ് അർജന്റീനൻ സൂപ്പർ താരം ലിയണൽ മെസ്സി അവതരിക്കുന്നതും അർജന്റീന മത്സരത്തിലേക്ക് തിരികെ വരുന്നതും. ഇപ്പോഴും അർജന്റീന ആരാധകരെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന മത്സരങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. 2 ഗോളിന് പിറകിൽ നിന്ന് അർജന്റീന 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം വിറപ്പിച്ചുകൊണ്ടായിരുന്നു രാജകീയമായ തിരിച്ചുവരവ് നടത്തിയത്. ഫുട്ബോൾ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു തിരിച്ചുവരവായിരുന്നു അർജന്റീനയുടേത്. എന്നാൽ മത്സരശേഷം മത്സരം നിയന്ത്രിച്ച ഫ്രഞ്ച് റഫറിക്കെതിരെ ഈജിപ്തിൻ്റെ കോച്ചായ ഹുസൈൻ ശക്തമായി രംഗത്തെത്തിയിരുന്നു. മത്സരത്തിനിടെ അർജന്റീനയ്ക്ക് അനുകൂലമായാണ് അയാൾ വിധിച്ചത്. അർജന്റീനയ്ക്ക് കിരീടം നേടണമെന്നാണ് അവരുടെ ആവശ്യം. ഇത് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. മറ്റുള്ള ടീമുകൾ പിന്നെ എന്തിനാണ് മത്സരിക്കുന്നത്? ആര് മത്സരിച്ചാലും അർജന്റീന തന്നെയായിരിക്കും കിരീടം നേടുക. കാരണം ഇത് ഫിക്സഡ് ആണ്, മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ഇത് അൺഫെയർ ആയ സംഭവങ്ങളാണ്. ഇങ്ങനെയായിരുന്നു ഈജിപ്ത് കോച്ച് ഹൊസം ഹുസൈൻ്റെ വാക്കുകൾ. ഇതിനുശേഷം അവരുടെ സൂപ്പർ താരമായ സീക്കോയും പരസ്യമായി തന്നെ രംഗത്തെത്തുകയായിരുന്നു. ഇതിനുശേഷം ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചകളാണ് ഇതിനെക്കുറിച്ച് നടന്നത്. ഇതിനെതിരെ പ്രതികരിച്ച് അദ്ദേഹത്തിന് റഫറി മത്സരത്തിൽ യെല്ലോ കാർഡ് നൽകുകയും ചെയ്തിരുന്നു. പ്രശ്നത്തിനു കാരണം അർജന്റീനയുടെ 3-ാം ഗോളായിരുന്നു. മത്സരം സമനിലയിൽ കലാശിച്ചു നിൽക്കെ അർജന്റീനയുടെ 93-ാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നു. ലൗത്തറോ മാർട്ടിനസിൻ്റെ അസിസ്റ്റിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് അർജന്റീനക്കായി ഗോളും കണ്ടെത്തുന്നു. എന്നാൽ ഈ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സലാഹിനെ വീഴ്ത്തി എന്നായിരുന്നു ഈജിപ്ത് താരങ്ങളുടെയും കോച്ചിൻ്റെയും അവകാശവാദം. എന്നാൽ അത് ക്ലിയർ ഫൗളല്ലെന്നും അത് ഫൗളിനുള്ളതല്ലെന്നും അദ്ദേഹം കൃത്യമായി പന്തുമായാണ് കുതിച്ചതെന്നും വ്യക്തമായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളെല്ലാം നടക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലും വൻ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഇതാ ഈജിപ്ത് ഫുട്ബോൾ ടീമിൻ്റെ ഹെഡ് കോച്ചായ ഹൊസം ഹുസൈൻ തന്നെ ഇതിനെതിരെ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലൂടെയാണ് മാപ്പ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചത്: എന്നിൽ നിന്ന് ഇന്നലെ ഉണ്ടായ എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ അർജന്റീനയുടെ 3-ാം ഗോളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് പ്രശ്നമുള്ളതായി തോന്നി. പക്ഷേ അതൊരിക്കലും അർജന്റീന കവർന്നെടുത്തിട്ടില്ല. എൻ്റെ വികാരങ്ങൾ എന്നെ മെച്ചപ്പെടുത്താൻ അനുവദിച്ചില്ല. ക്ഷമിക്കണം. ഇനി എൻ്റെ വികാരങ്ങളെ ഞാൻ ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിക്കും. ഇങ്ങനെയായിരുന്നു ഇൻസ്റ്റഗ്രാം വഴി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇന്നലെ ചെയ്ത പ്രവൃത്തിയിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. അർജന്റീനയുടെ 3-ാം ഗോളിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നു. ഏതായാലും ഇത് ഞെട്ടിക്കുന്നൊരു വാർത്ത കൂടി തന്നെയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.